ഹായ് മക്കളെ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കസിൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിനെ കുറിച്ചൊക്കെ കേട്ടൊരു കഥയായിരിക്കും ഇത്. അതായത് ഓൻ SSLC വരെ നല്ലോണം പഠിക്കുമായിരുന്നു, SSLCക്ക് ഫുൾ A+ ആയിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ +1 +2 എത്തിയപ്പോൾ ആകെ ഉഴപ്പി വഴിതെറ്റിപ്പോയി. ഇപ്പോൾ ഇങ്ങനെ തേരാപ്പാര നടക്കുക. പണ്ട് എങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു അല്ലെങ്കിൽ മോളായിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാനും എൻ്റെ പല കസിൻസിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അന്ന് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും കരുതിയത് അതൊക്കെ ശരിയാണ്, അവർ തന്നെ ചൂസ് ചെയ്തതാണ് അവരുടെ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ വിധി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളൊന്നും വഴി തെറ്റിപ്പോയതല്ല, ആരൊക്കെയോ ചേർന്നിട്ട് എന്താണ് നിങ്ങൾ വഴി തെറ്റിയതാണ് എന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ, ആ ഒരു ലേബൽ അവർക്ക് ചാർത്തിക്കൊടുത്തതാണ്. അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നേർവഴിയിൽ നടക്കാൻ എന്നുള്ളതാണ്. വിശദീകരിച്ചു തരാം. അതായത് നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നടക്കുന്നുണ്ട്. ഒന്നാമത് ഹയർ സെക്കൻഡറി എന്നുള്ള വേറൊരു സംഭവത്തിലേക്ക് പോവാണ്, പുതിയൊരു സ്കൂളിലേക്ക് പോവാണ്. അതിനേക്കാളൊക്കെ വില്ലനായിട്ട് നമ്മളുടെ ടീനേജ് പ്രായമാണ്. ഈ പ്രായത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് നമ്മളെ പിൻ പോയിന്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ? പക്ഷേ കഴിഞ്ഞ മെഞ്ഞാന്ന് ഞാനൊരു കുട്ടിയോട് സംസാരിച്ച ഒരു പാരൻറ്റ് ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അതായത് മോള് നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു 10ാം ക്ലാസ് വരെ, പക്ഷെ ഇപ്പോൾ ആകെ ഉഴപ്പാണ്, വഴിതെറ്റിപ്പോയിട്ടുണ്ട്, സാറൊന്ന് സംസാരിച്ച് നോക്കുന്നുള്ളത്. അപ്പോൾ ആ മോളാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്കുള്ള സംശയം തന്നെയാണ്. അവളാണ് പറഞ്ഞത്, സാറേ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ആ കുട്ടി ചോദിച്ചത്. അതായത് ഒരുപാട് കുട്ടികൾ എസ്പെഷ്യലി 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിട്ട് +1 നന്നായി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് മക്കളെ, നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, പ്രധാനമായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ പ്രശ്നമാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു സാഹചര്യം മനസ്സിലാകാതെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ പാരൻസിൻ്റെയും പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിൽ നിന്നും +1 വരുമ്പോഴുള്ള ആ ഒരു ലോഡ്, ആ ഒരു മാറ്റം അക്കാഡമിക്കലി നിങ്ങളെക്കാളും എത്രയോ നന്നായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനറിയാം. പക്ഷേ എന്താണ്, അതിൻ്റെ ഒരു ഗൗരവവും പല സ്കൂള് ടീച്ചേഴ്സും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ടീച്ചേഴ്സും +1 പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും എന്താണ്, കുറച്ച് ആൾക്കാർ അങ്ങനെയല്ല. അങ്ങനെയുള്ള ആൾക്കാർ നശിപ്പിക്കുന്നത് ഒരു തലമുറയെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിത് 4 ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് പാഠം, അതേപോലെ തന്നെ മാത്സിലെ ട്രിഗണോമെട്രി. മിക്കവാറും എന്തായിരിക്കും, നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഈ 4 പാഠവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഈ 4 പാഠത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനുശേഷം ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷനും റൊട്ടേഷനും വർക്ക് പവറും ഒന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണിത്. അതേപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി മനസ്സിലായിട്ടില്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള പല ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് പാഠമാണ് +1 രണ്ടാമത്തെ പാഠത്തിൻ്റെയും +2 മുഴുവൻ ഓർഗാനിക് കെമിസ്ട്രിയുടെയും ആധാരം. അത് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി കട്ടപ്പൊക്കെ. ഇതേപോലെ തന്നെ മാത്സിൻ്റെ ട്രിഗണോമെട്രി എടുക്കുകയാണെങ്കിൽ +1 ഒരു പാഠവും +2 കാൽക്കുലസും അതേപോലെ തന്നെ ഇൻവേഴ്സ് കാൽക്കുലസ് എനിക്കൊന്ന് 5-6 പാഠമുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രിഗണോമെട്രി കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ എന്താണ്, +1 കഴിഞ്ഞിട്ടായിരിക്കും, +2 കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇത് ആദ്യം അറിയാം അല്ലേ? അപ്പം ശരിക്ക് ഈ പാഠം മിക്ക സ്കൂളുകളും കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്ക് മനസ്സിലായിട്ട്. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഈ പാഠങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏത് പാഠമാണ് മനസ്സിലാവാത്തതെന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതായത് സ്ട്രെയിറ്റ് ലൈൻ അറിയാത്ത കുട്ടി പിന്നെ പ്ലെയിൻ എത്ര നോക്കി പഠിച്ചിട്ടും കാര്യമില്ല, അതെന്ത് ചെയ്യില്ല, ആ കുട്ടിക്ക് മനസ്സിലാവില്ല അല്ലേ? നിങ്ങൾ തന്നെ ഈ ഒരു അവസ്ഥയിലൂടെയല്ലേ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പം ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും എന്താ ചെയ്യുക, എന്നെ കൊണ്ട് ഇത് പറ്റൂല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്കും ബാക്കി ഫ്രണ്ട്ഷിപ്പിലേക്കും വേറെ ഹോബീസിലേക്കും നമ്മൾ കിടക്കുന്നത്. അല്ലാതെ എന്തല്ല, പ്രായത്തിൻ്റെ പ്രശ്നം ഒന്നുമല്ല. വി ട്രൈഡ് ആൻഡ് വി ഫെയിൽഡ് എന്നുള്ളൊരു ഫീലാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് ടീച്ചേഴ്സും അതേപോലെ തന്നെ പാരൻസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ട്രൈ ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്താണ്,
നല്ല മാർക്കിലേക്കും വീണ്ടും ആ ട്രാക്കിലേക്കും കയറും. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം +1 +2 നല്ല മാർക്കില്ലാതെ ആൻഡ് +1 അവസാനത്തോടെ നിങ്ങൾ തന്നെ സ്വയം കരുതും, ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഉഴപ്പിപ്പോയിട്ടുണ്ട് എന്നുള്ള ആ ചിന്ത കൂടെ വന്നു കഴിഞ്ഞാൽ +1 +2 മാർക്ക് കുറയൽ മാത്രമല്ല സംഭവിക്കുക, പിന്നീട് അങ്ങോട്ട് നിങ്ങൾ തന്നെ സ്വയം ഒരു പരാജയമെന്ന് കരുതിയിട്ട് എന്തൊക്കെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന നിങ്ങളെന്താ അവസാനമാവുക, ഒന്നും ആവാതായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ മുഴുവൻ +1 ടീച്ചേഴ്സിനോടും ആകെ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ ഞാൻ വിട്ടുപോയ ചില പാഠങ്ങൾ ഇനിയും ഉണ്ടാവും ഈ ലിസ്റ്റിൽ, അതൊക്കെ ഒന്ന് മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ ട്രാക്കിലേക്ക് മക്കളെ കയറ്റുക. ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, നമുക്ക് ലാസ്റ്റ് സ്പീഡ് കൂട്ടിയാലും അവർ അത് കോപ്പപ്പ് ചെയ്തോളും. പക്ഷേ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈന് നിങ്ങൾ മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ പിന്നെ ഏത് പാഠം നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, കത്തൂല, കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവസാനം ഒരു 25, 28, 30 വയസ്സായിട്ട് ലൈഫിൽ ഒന്നും ആവാതായല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല, നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല, എൻ്റെ +1 +2 എന്നെ മര്യാദയ്ക്ക് തരാത്തത് കൊണ്ടാണ്, പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മനസ്സിലാവുന്നവരെ നിങ്ങൾ പഠിക്കുക. ഇതിൽ ഏത് ചാപ്റ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേരും എജ്യൂപോർട്ട് റിവിഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മെല്ലെ പഠിച്ചു തുടങ്ങുക. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതൊക്കെ സ്മൂത്താവും. ആ സ്റ്റേജിന് മുമ്പ് വീണ് പോവാതിരിക്കുക. അതായത് ഇപ്പം എനിക്ക് ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ ഞാനീ പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വീണ് പോയിട്ടുണ്ടാവും, എല്ലാം മടുത്തിട്ടുണ്ടാവും, എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടാവും പഠനം റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യാത്രയിൽ എന്താണ്, വീണ് പോകുന്നത് സാധാരണമാണ്. പക്ഷെ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് കുതിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ജീവിതത്തിൽ വിജയികളാവുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ആവണം. ഓണപരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അടിപൊളി സമയമാണ്. ഒന്നും കൂടെ തിരിച്ചു വരാനുള്ള അവസരമാണ്. അതിൻ്റെതായ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. മനസ്സിലാവുന്നത് വരെ എന്ത് ചെയ്യുക, മനസ്സിലാവുന്നത് വരെ നിങ്ങൾ പഠിക്കുക. ഈ ചാനൽ അടുത്ത ചാനലിൽ പോയിട്ട് എന്താണെങ്കിലും ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളിത് പഠിച്ചേ പറ്റുള്ളൂ, മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുക. ഒരിക്കൽ കൂടെ പറയാണ്, വീണു പോകുന്നത് സാധാരണമാണ്, പക്ഷേ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തുക, വിജയികളാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.